നമസ്കാരം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്നുള്ളവരുടെ അഭിപ്രായങ്ങളും ഇടപെടലുകളും വല്ലാതെ കൂടുന്നുണ്ടോ? ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നുണ്ടോ? എങ്കിൽ ഈ പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ വീട്ടിനും ബന്ധത്തിനും ചുറ്റും ഒരു ആത്മീയ കവചം തീർത്ത് അതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കുമിടയിൽ എല്ലാം ഓക്കെയാണ്, പക്ഷേ എന്തോ ഒരു ക്ഷീണം, ഒരു എനർജിയില്ലാത്തതുപോലെ. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിലെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളറിയാതെ എങ്ങോട്ടോ ലീക്കായി പോകുന്നുണ്ടാവാം. ശരി, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? എന്തുകൊണ്ടാണ് ഈ എനർജി ലീക്ക് സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരുവിധം എല്ലാ ബന്ധങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ശരീരത്തിന് ഒരു സ്കിന്നില്ലേ? എന്തിനാണത്? പുറത്തുനിന്നുള്ള അണുക്കളിൽ നിന്നും പൊടിയിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ. അതുപോലെ തന്നെയാണ് ഓരോ ബന്ധവും. അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു എനർജി സ്കിൻ അല്ലെങ്കിൽ ഒരു പ്രഭാവലയമുണ്ട്. ഈ എനർജി ഫീൽഡാണ് നമ്മുടെ ബന്ധത്തിന്റെ കാവൽക്കാരൻ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ എനർജി ഷീൽഡിൽ ചെറിയ ചെറിയ ഹോൾസ് വീഴാൻ തുടങ്ങും. ഒരു ബലൂണിൽ ചെറിയൊരു സൂചി കൊണ്ട് കുത്തിയാൽ എങ്ങനെയിരിക്കും? അതുപോലെ പതുക്കെ പതുക്കെ അതിലെ പോസിറ്റീവ് എനർജി മുഴുവൻ ചോർന്നു പോകും. അപ്പോ എന്തൊക്കെയാണ് ഈ ഹോൾസ് ഉണ്ടാക്കുന്ന അണുക്കൾ എന്ന് നോക്കിയാലോ? ഒന്നാമത്തത് പുറത്തുനിന്നുള്ള ഗോസിപ്പുകൾ. പിന്നെ ആരും ചോദിക്കാതെ ഉപദേശങ്ങളുമായി വരുന്ന ബന്ധുക്കളുടെ ഇടപെടലുകൾ. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ലൈഫ് കണ്ട് നമ്മുടേത് താരതമ്യം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും അപകടകരമായ ഒന്ന്, നമ്മുടെ സ്വന്തം പങ്കാളിയെപ്പറ്റി മറ്റൊരാളോട് പരാതി പറയുന്നത്. ഇവയോരോന്നും നമ്മുടെ ബന്ധത്തിന്റെ ആ ഒരു കവചത്തിൽ ഓരോരോ ദ്വാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെ കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, കാരണം ഈ ചോർച്ചകളൊക്കെ അടച്ച് തകർക്കാൻ പറ്റാത്തൊരു ഉരുക്ക് കോട്ട പോലെ നമ്മുടെ ബന്ധത്തെ മാറ്റാനൊരു വഴിയുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള പുരാതനമായൊരു വഴിയാണത്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പൂർണ്ണമായ മാനസിക ഐക്യമുണ്ടെങ്കിൽ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും അവരുടെ വീടിന്റെ പടിവാതിൽ കിടക്കാനാവില്ല. ഒന്നാലോചിച്ച് നോക്കിക്കേ, എത്ര പവർഫുള്ളായിട്ടുള്ളൊരു ഐഡിയാണിത്. അതായത് നിങ്ങളുടെ യൂണിറ്റി, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഈ ഒരു ശക്തിക്കാണ് അദ്ദേഹം ഒരു പേര് കൊടുത്തത്, വജ്രകവചം. പേരുപോലെ തന്നെ വജ്രം പോലെ ഉറപ്പുള്ള, ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു ആത്മീയ ഷീൽഡ്. ഇതിന്റെ ഫൗണ്ടേഷൻ എന്താണെന്നറിയാമോ? നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഐക്യം, പരസ്പരമുള്ള ലോയൽറ്റി. അത് മാത്രം മതി. ഈ വ്യത്യാസമൊന്ന് നോക്കിക്കേ. ഒരു സൈഡില് എപ്പോഴും എനർജി ലീക്കായിക്കൊണ്ടിരിക്കുന്ന, ആരെന്ത് പറഞ്ഞാലും തകർന്നു പോകുന്ന ദുർബലമായ ഒരവസ്ഥ. മറുവശത്തോ പുറത്ത് എന്ത് നടന്നാലും ഒരു കുലുക്കവുമില്ലാത്ത സമാധാനത്തിന്റെ ഒരു കോട്ട. ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഈ കോട്ട പണിയാനുള്ള ഇഷ്ടികയും സിമന്റുമൊക്കെ എവിടെ നിന്ന് കിട്ടും? അല്ലേ? വേറെ എവിടെ നിന്നും അല്ല. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾ പരസ്പരം കാണിക്കുന്ന ആ ലോയൽറ്റി, ആ ഒരു പിന്തുണ. എന്റെ ജീവിതത്തിൽ എന്റെ ബന്ധത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന ആ ഒരൊറ്റ ഉറച്ച തീരുമാനം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ ഇതൊക്കെ നടക്കോ എന്ന് തോന്നുന്നുണ്ടാവുമല്ലേ? തീർച്ചയായും നടക്കും. വെറും 7 മിനിറ്റ് കൊണ്ട് ഈ കവചം എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല. വെറും 7 മിനിറ്റ്. ഒരു ദിവസത്തിലെ വെറും 7 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മതി. ഈയൊരു പവർഫുൾ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കും സ്വന്തമാക്കാം. ഇത് ചെയ്യാനുള്ള സ്റ്റെപ്പുകളുണ്ടല്ലോ, വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. സ്റ്റെപ്പ് 1, ഇൻഫർമേഷൻ ഹൈജീൻ പാലിക്കുക. അതായത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പ്രശ്നങ്ങൾ, മൂന്നാമതൊരാളോട് പോയി പറയാതിരിക്കുക. സ്റ്റെപ്പ് 2, ലീക്കുകൾ അടയ്ക്കുക. എപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെപ്പറ്റി മറ്റൊരാളോട് കംപ്ലൈന്റ് പറയുന്നുണ്ടോ, അപ്പോഴൊക്കെ നിങ്ങളുടെ ആ ഷീൽഡിൽ ഓരോ ഹോൾ വീഴുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, അത് നിർത്തുക. സ്റ്റെപ്പ് 3, എല്ലാ ദിവസവും രാവിലെ 1-2 മിനിറ്റ് ശാന്തമായിരുന്ന് നിങ്ങളുടെ വീട്ടിനു മുകളിൽ ഒരു ഗോൾഡൻ ഡോം, ഒരു സ്വർണ്ണ താഴികക്കുടമുള്ളതായി സങ്കൽപ്പിക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ ഡോം ഒരു ഫിൽറ്ററാണെന്ന് വിഷ്വലൈസ് ചെയ്യുക. സ്നേഹം മാത്രം അകത്തേക്കു വരും, എല്ലാ വിഷലിപ്തമായ ചിന്തകളും പുറത്തു നിൽക്കും. സിമ്പിൾ അല്ലേ? അപ്പോ ഇങ്ങനെ നിങ്ങളിത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താല് എന്ത് സംഭവിക്കും? നിങ്ങളുടെ വീട് പിന്നെ വെറുമൊരു വീടായിരിക്കില്ല, അതൊരു സമാധാനത്തിന്റെ കോട്ടയായി മാറും. അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്താണെന്നറിയോ? പുറത്തുള്ളവർ എന്തു പറയുന്നു, എന്തു ചിന്തിക്കുന്നു എന്നതൊന്നും നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകാത്ത ഒരു തരം ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ.
പുറത്തെ ലോകം എത്ര പ്രശ്നത്തിലായാലും നിങ്ങൾക്ക് സമാധാനമായിരിക്കാൻ ഒരിടം, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന പേടിയില്ലാതെ ജീവിക്കാനുള്ള ഒരു ഫ്രീഡം, ചെറിയ കാര്യങ്ങൾക്കൊന്നും തകർന്നു പോകാത്ത അത്രയും സ്ട്രോങ് ആയ ഒരു ബോണ്ട്, പിന്നെ പേടിയില്ലാതെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ഒരുമിച്ച് വളരാൻ പറ്റിയ ഒരു അന്തരീക്ഷം. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തിലെ ഈ കവചത്തില് ഒരുപാട് ചോർച്ചകൾ ഉണ്ടാവാം. അതിൽ ഏത് ചോർച്ചയാണ് നിങ്ങൾ ആദ്യം അടയ്ക്കാൻ പോകുന്നത്? മറ്റുള്ളവരോട് പരാതി പറയുന്നത് നിർത്തുമോ, അതോ സോഷ്യൽ മീഡിയ നോക്കിയുള്ള ആ താരതമ്യം ഒഴിവാക്കുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുത്താൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ മനോഹരവും ശക്തവുമാകും.